സീറോ മലബാർ സഭയിലെ പിതാക്കന്മാർ അവരുടെ ഭവനങ്ങളിൽ ഉണ്ടാവുന്നതായ കാര്യങ്ങളിലൊക്കെ ഇടപെടുക സ്വാഭാവികമാണ്. അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഇടപെടുന്നത് ഒരു തെറ്റുമല്ല. അത്തരം കുടുംബപരമായ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ബ്ലാക്ക് മെയിലിംഗ് ആണ് എറണാകുളത്ത് സുനഹദോസ് വിരുദ്ധർ നടത്തുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഏറെക്കുറെ കൃത്യമായ പരീക്ഷണങ്ങളും പഠനങ്ങളും നടത്തിയിട്ടുള്ളത് കൊണ്ടും സഭയിലെ പിതാക്കന്മാരിൽ തെറ്റു കാണുന്നില്ല എന്നാണ് സമൂഹ മാധ്യമത്തിൽ കണ്ട ഒരു കുറിപ്പിൽ അതിലെ ലേഖകൻ പറയുന്നത്. പക്ഷെ ചില പിതാക്കന്മാർ അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ അവരുടെ നട്ടെല്ല് വളയ്ക്കുന്നു എന്നതിൽ ഏറെ വേദനയുണ്ടെന്നും അത്തരം നട്ടെല്ലിന് ബലമില്ലായ്മയും കാര്യങ്ങൾ പറയുവാനുള്ള കഴിവില്ലായ്മയും സഭയുടെ സംവിധാനത്തെ ദുർബലപ്പെടുത്തുന്നുവെന്നുമാണ് ആരോപണം. സീറോ മലബാർ സഭയിലെ 9 പിതാക്കന്മാരെ ബ്ലാക്ക്മെയിൽ ചെയ്യുവാനുള്ള കാര്യങ്ങൾ തന്റെ കയ്യിലുണ്ടെന്നുള്ള അൽമായ മുന്നേറ്റ നേതാവിന്റെ അവകാശവാദത്തിന്റെ തെളിവുകൾ കയ്യിലുള്ളതാണ് എന്നും ലേഖകൻ പറയുന്നു. പ്രസ്തുത നേതാവിന്റെ അവകാശവാദത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടുള്ളതും എന്ന് അവകാശപ്പെടുന്നു. 9 മെത്രാന്മാരെ തങ്ങൾ വഷളാക്കുമെന്നുള്ള ഭീഷണിക്ക് മുൻപിൽ സഭാ നേതൃത്വത്തോട് ഏറെ പ്രത്യേകമായി സുനഹദോസ് വിരുദ്ധരുമായി ചർച്ച നടത്തുവാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന സഭയിലെ മെത്രാപ്പൊലീത്തമാരോട് അഭ്യർത്ഥിക്കാനുള്ളത് അവരുടെ ഇത്തരം ഭീഷണികൾക്കും ബ്ലാക്ക് മെയിലിങ്ങുകൾക്കും നിന്നു കൊടുക്കരുതെന്ന് മാത്രമാണ്. പിതാക്കന്മാരെ നിങ്ങളുടെ കുറവുകളുടെയും പോരായ്മകളുടെയും മധ്യേ നിങ്ങളുടെ ശുശ്രൂഷകളെ ഏറെ സ്നേഹിക്കുന്ന 60 ലക്ഷം വിശ്വാസികളുണ്ട്. വ്യാജരേഖകൾ നിർമ്മിക്കുന്നതിൽ ലോക പ്രശസ്തരായ എറണാകുളം സുനഹദോസ് വിരുദ്ധരുടെ ബ്ലാക്ക് മെയിലിങ്ങുകൾക്ക് നിങ്ങൾ നിന്നു കൊടുക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സഭയുടെ സംവിധാനങ്ങൾക്കുള്ളിൽ സഭയുടെ ചെലവിൽ കഴിയുന്ന ചിലർ, അവരിൽ ഉന്നത സ്ഥാനീയരായ ചില വൈദികരുമുണ്ട്. ഒരു സംവിധാനം എന്ന നിലയ്ക്ക് സഭ ഏറ്റെടുക്കേണ്ടി വരുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളെ ബ്ലാക്ക് മെയിലിങ്ങുകൾക്ക് വേണ്ടി രേഖകളാക്കി വെച്ചുകൊണ്ട് സഭാപിതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന അത്തരം ചില പുരോഹിതരുടെ പിന്തുണയും ഇത്തരം വൃത്തികെട്ട പ്രവർത്തനങ്ങൾക്ക് സുനഹദോസ് വിരുദ്ധർക്ക് ശക്തി പകരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. സീറോ മലബാർ സഭയിലെ പിതാക്കന്മാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാൻ കള്ളക്കഥകൾ സൃഷ്ടിക്കുകയും വ്യാജരേഖകൾ നിർമ്മിക്കുകയും ചെയ്യുന്ന എറണാകുളം സുനഹദോസ് വിരുദ്ധർക്ക് മുമ്പിൽ പിതാക്കന്മാർ ഏതെങ്കിലും തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് അത് ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം.